അമ്പത്തേര് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഓർമ്മയുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിന് ശേഷമുള്ള റാലിയിൽ ഞാൻ പങ്കെടുത്തതാണ്. 57 എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വളരെ ചെറുപ്പത്തിലേ ജാഥയിൽ വരുന്നതല്ലേ. അത് നല്ല ഓർമ്മയുള്ള തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഒരു വലിയ ആഹ്ലാദം ഉണ്ടാക്കിയതാണ്, എല്ലാ വിഭാഗം ആളുകൾക്കും. അതിന് മുമ്പേ നമ്മളൊന്ന് കുറച്ച് പിറകോട്ട് പോകണം. 1954 മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ്. ആ മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡാണ് മലബാറിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണി. ആ മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡിൻ്റെ പ്രസിഡന്റ് PT ഭാസ്കര പണിക്കർ. ആ മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡിൻ്റെ സ്ഥാനാർത്ഥി, നമ്മളവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി P അനന്തനായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വളരെ ചെറുപ്പത്തിൽ അതിൽ ഓർമ്മയുണ്ട്. P അനന്തനായിരുന്നു അന്ന് പ്രസിഡന്റ്. ഇയാൾ മൂസാൻകുട്ടി മാഷ്, KV മൂസാൻകുട്ടി മാഷ്. അന്ന് നിങ്ങൾ മലബാറിലെ സ്ഥിതി, സ്കൂളുകളില്ല, പഠിക്കാൻ വിദ്യാലയങ്ങളില്ല, കോളേജുകളില്ല. ആകെയുള്ള കോളേജ് തലശ്ശേരി ബ്രണ്ണൻ കോളേജാണ് നമ്മുടെ അവിടെയുണ്ട് കോളേജ്. എവിടെ? മലബാറിൻ്റെ ഈ ഭാഗത്ത്. പിന്നെ കോഴിക്കോടുണ്ട്, പിന്നെ ഗുരുവായൂരപ്പ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജാണെന്ന് തോന്നുന്നു. പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജായിരിക്കും. കോളേജ് എഴുതിയേ ഉള്ളൂ, നമുക്ക് പഠിക്കാൻ സൗകര്യങ്ങളില്ല. ആ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞ പ്രധാന കാരണം. PT ഭാസ്കര പണിക്കർ തുടങ്ങിയത് വിദ്യാഭ്യാസ രംഗത്ത് ആദ്യം വിപ്ലവം ആരംഭിച്ച്. അങ്ങനെയാണ് 1001 ഏകാധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിലുണ്ടായി. ഏകാധ്യാപകം എന്ന് പറഞ്ഞാൽ ഒരു മാഷാണ്. പക്ഷേ അവിടെ 4 വരെയുള്ള ക്ലാസ് വരും. ഒരു മാഷ്, 1-ാം ക്ലാസ്സിലെ മാഷ് കൃഷ്ണൻ മാഷ്, 2-ാം ക്ലാസ്സിലും കൃഷ്ണൻ മാഷ്, 3-ാം ക്ലാസ്സിലും കൃഷ്ണൻ മാഷ്, 4-ാം ക്ലാസ്സിലും കൃഷ്ണൻ മാഷ്, ഹെഡ് മാഷും കൃഷ്ണൻ മാഷ്. അങ്ങനെയുള്ള ആ അധ്യാപക രംഗത്ത് വന്ന മാറ്റമാണ് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ഒരടിത്തറ ഉണ്ടാക്കിയത്. അതൊന്ന് ഓർക്കണം. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് അടിത്തറയുണ്ടായത് ഈ 54 മുതൽ 57 വരെ ഉണ്ടായിരുന്ന മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡാണ്. മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ, തോടുകൾ, പാലങ്ങളെല്ലാം. ഈ അന്നത്തെ ആളുകളെല്ലാം പ്രഗത്ഭന്മാർ അതിനകത്തുണ്ടായിരുന്നത് മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡിൽ. അവർ ശരിക്കും ഗൃഹപാഠം നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അന്നൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല, അവർ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ വന്നൊരു മാറ്റത്തിലാണ് തുടങ്ങുന്നത്. ആ ഗവൺമെൻറ്റാണ് മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇത് ഡിസ്ട്രിക്റ്റ് ബോർഡാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. EMS നീലേശ്വരത്തിലൊന്ന് ജയിച്ചത്, EMS കല്യാണം വൈദ്യര് ദ്വയാംഗ മണ്ഡലത്തിൽ. അപ്പം അങ്ങനെ 57 എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓർമ്മയിൽ ഒരു തിളങ്ങുന്ന വർഷം 57. അന്ന് നമ്മൾ വലിയ ആളെങ്കിലും നമ്മൾ കുട്ടികളാണെങ്കിലും കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ആവേശമുണ്ടാകുന്നൊരു കാലം 57 എന്ന് പറയുന്ന കാലം. അന്നത്തെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത്. ആ മാനിഫെസ്റ്റോ അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ അന്ന് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അച്യുതമേനോനായിരുന്നു, C. അച്യുതമേനോൻ. അന്ന് അച്യുതമേനോൻ പാർട്ടി സെക്രട്ടറി. അന്ന് പ്രധാനമായ 6 കാര്യങ്ങൾ വേണമെന്ന് കമ്മിറ്റി ചർച്ച ചെയ്തു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ. ഈ 6 കാര്യങ്ങളിൽ നമ്മൾ തുടക്കം വേണം കേരളത്തിൽ. എന്താ അങ്ങനെ പറയുന്നത് അറിയാം? നമ്മൾ അനുഭവ പാഠമില്ലേ? 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ തുടക്കം ഇട്ടിട്ട് പിന്നെ നമ്മൾ ജനകീയാസൂത്രത്തിലേക്ക് വന്നല്ലോ. 57 എന്തായാലും നമ്മളെ സ്ഥിതി, നമുക്ക് രാവിലെ പുറത്തേക്ക് പോകാൻ ടോയ്ലറ്റ് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളിവിടെ ശൗചാലയം നടന്നു പോകുന്ന വഴിയല്ലേ, അല്ലെങ്കിൽ പറമ്പത്തല്ലേ? മനുഷ്യന് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാതെ അവന് ജീവിതത്തിൽ ആ ദിവസം മുഴുവൻ പോയില്ലേ? നമുക്ക് രാവിലെ ടോയ്ലറ്റിൽ പോയി കൃത്യമായി എല്ലാം കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം പോയില്ലേ? അന്ന് പല സ്ഥലത്തും നിങ്ങൾക്ക് ഓരോ പാറകളായിരുന്നു ഇതിന്. എനിക്ക് നല്ല അനുഭവമുണ്ട്, ഒരു പാറയിൽ പോയ അനുഭവമുണ്ട്. ആ പാറയെ 2ആയി ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന് ലേഡീസ്, മറ്റേ ജെൻസ്. നിരന്നിരുന്ന് രാവിലത്തെ കാര്യം അടയ്ക്കാൻ. മനുഷ്യന് ശൗചാലയം മുതൽ
ഇവിടുത്തെ പിന്നെ അണക്കെട്ടുകളെല്ലാം പിന്നെ വരുന്നത് നാട്ടിൻ്റെ മാറ്റത്തിന് ഒരു പ്രധാന കണ്ണിയായി. മാത്രമല്ല അന്ന് പലയിടത്തും പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ജനങ്ങളെ സഹകരണത്തോടു കൂടിയായിരുന്നു. ഓർക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം ജനങ്ങളെ സഹകരണത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട് കാട്ടാമ്പള്ളി പദ്ധതി. ആ പദ്ധതിയിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വളണ്ടിയർമാരായി പോയി ജനസേവന, പൈസ വാങ്ങിയിട്ടല്ല, ജനസേവനം തന്നെയാണ്. അങ്ങനെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം അവിടെയായിരുന്നു. മാത്രമല്ല ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ വന്നത് എന്താ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും, അത് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഈ രണ്ട് മനുഷ്യൻ്റെ ജീവിതം ഒന്ന് പഠിക്കാൻ, ഒന്ന് മനുഷ്യൻ്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെ കേരളത്തിൽ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നു.